വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് പ്രസിഡന്റിനെ പിടികൂടാനാകാതെ പോലീസ്. അലൻ മാത്യു ഒളിവിലാണെന്നാണ് റാന്നി പോലീസ് പറയുന്നത്. കൊച്ചി, വാഗമൺ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, ഈ പരാതി വന്നിട്ട് കുറേ ദിവസമായി, ഇപ്പോഴും പ്രതി ഒളിവിലെന്നാണോ പോലീസ് പറയുന്നത്? സ്മൃതി, ഈ അലൻ മാത്യുവിനെതിരെയുള്ള പരാതി അത് പോലീസ് റാന്നി പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഇട്ടിട്ടിപ്പോൾ ഒരാഴ്ചയിലധികമാകുന്നു. പക്ഷേ ഈ അലൻ മാത്യുവിനെ ഇതുവരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. CPIM-ന്റെ മുൻ റാന്നി ഏരിയ കമ്മിറ്റി അംഗമാണ് അലൻ മാത്യു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിക്കുകയും യുവതി ഗർഭിണിയാകുകയും ചെയ്തു എന്നുള്ളതാണ് കേസ്. യുവതി തന്നെ നേരിട്ട് മൊഴി നൽകിയിട്ടുണ്ട്. അത് മാത്രവുമല്ല, ആത്മഹത്യാ ശ്രമവും യുവതി നടത്തിയിരുന്നു. ആദ്യം യുവതി CPIM പ്രാദേശിക നേതൃത്വത്തിനാണ് പരാതി നൽകിയത്. പിന്നീട് പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടുകയും അലൻ മാത്യുവിനോട് വിശദീകരണമൊക്കെ ചോദിക്കുകയും ചെയ്തിരുന്നു. പാർട്ടി നേതൃത്വം പറയുന്നത് വിവാഹം കഴിക്കാമെന്ന് അലൻ മാത്യു ആദ്യഘട്ടത്തിൽ സമ്മതിച്ചു. അങ്ങനെയുള്ള നടപടികളിലേക്ക് പോകാനുള്ള തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് യുവതി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. അതായത് വിവാഹം കഴിക്കാൻ അലൻ മാത്യു തയ്യാറായില്ല, അതുമാത്രമല്ല താൻ ഗർഭിണിയാണ് എന്ന ഒരു പരാതി കൂടി പോലീസ് സ്റ്റേഷനിലെത്തി യുവതി നൽകുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ റാന്നി പോലീസ് അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇതുവരെയായിട്ടും ഈ അലൻ മാത്യുവിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇയാൾ ഒളിവിലാണ് എന്നാണ് റാന്നി പോലീസ് പറയുന്നത്. പാർട്ടി നേതൃത്വത്തിന്റെ വിശദീകരണം ഈ അലൻ മാത്യുവിനെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി എന്നുള്ളതാണ്. മുൻ റാന്നി ഏരിയ കമ്മിറ്റി അംഗമാണ്, ഡിവൈഎഫ്ഐയുടെ മുൻ ബ്ലോക്ക് പ്രസിഡന്റായിരുന്നു, സജീവ CPIM പ്രവർത്തകനായിരുന്നു ഈ അലൻ മാത്യു. പക്ഷേ ഇപ്പോൾ അലൻ മാത്യു എവിടെയാണെന്ന് അറിയില്ല എന്നാണ് റാന്നി പോലീസ് പറയുന്നത്. ഇതിനെതിരെ വിമർശനവും ഉയർന്നിട്ടുണ്ട്. യുവതി നേരത്തെ തന്നെ മൊഴി നൽകുകയും ഒപ്പം തന്നെ ഈ പ്രതിയെ ഇത്രയും നാളായിട്ട് പിടികൂടാത്തതിൽ ഒരു പരാതി കൂടി വരുന്നുണ്ട്. അതായത് താൻ ഗർഭിണിയായിട്ടും നേരത്തെ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകി പലയിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. അത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കാറിൽ മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും കാറിനുള്ളിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്നത് 2025 ജൂൺ മാസത്തിലാണ് അങ്ങനെ ഒരു സംഭവം നടന്നതെന്നാണ് യുവതിയുടെ മൊഴിയിലുള്ളത്. തിരിച്ച് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് കാറിൽ കൊണ്ടുപോകുന്ന വഴിക്കും പീഡിപ്പിച്ചു. കൂടാതെ 2025 ജൂലൈ മാസത്തിൽ തന്നെ വാഗമണ്ണിൽ കൊണ്ടുപോയി അവിടെ ഒരു റിസോർട്ടിൽ വെച്ച് പീഡിപ്പിച്ചു. കൊച്ചിയിൽ ഒരു ഹെറിറ്റേജിൽ എത്തിച്ച് പീഡിപ്പിച്ചു. ചങ്ങനാശ്ശേരി കോട്ടയം റൂട്ടിൽ ഒരിടത്ത് ഒരു റെസ്റ്റോറന്റിൽ എത്തിച്ചു പീഡിപ്പിച്ചു. ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.